ശരി ശരണപ്പോൾ ലഹരി സംഘങ്ങളെ വിടാതെ പിന്തുടരുകയാണ് കേന്ദ്രസേനയും കേരള പോലീസും എല്ലാം. ലഹരി കടത്തിയ ഒരു പ്രതി അതിസാഹസികമായി കേരള പോലീസ് പിടികൂടിയതിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കേരളത്തിലേക്ക് സ്ഥിരം കഞ്ചാവ് കടത്തുന്ന ഒരു പ്രതിയാണ്. വിശാഖപട്ടണത്ത് നിന്ന് ഇയാളെ തോക്ക് ചൂണ്ടിയാണ് കേരള പോലീസ് പിടികൂടിയത്. ആന്ധ്ര സ്വദേശി പാങ്കി മഹേന്ദ്രനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയിട്ടുള്ളത്. പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് തോക്കെടുത്തത്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, അപ്പോൾ ഈ പ്രധാനിയിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിച്ചത്? എത്രത്തോളം സാഹസികത വേണ്ടി വന്നു ഇയാളെ ഒന്ന് പിടികൂടാൻ? ഇയാളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഇനി പോലീസ് പ്രതീക്ഷിക്കുന്നത്? കേരള പോലീസ് അന്യ സംസ്ഥാനത്ത് പോയി സാഹസികമായി ഒരു പ്രതിയെ പിടികൂടിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൊല്ലം പൂയപ്പള്ളി പോലീസാണ് വിശാഖപട്ടണത്തെത്തി ഒരു പ്രതിയെ തോക്ക് ചൂണ്ടി പിടികൂടിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയായിട്ടുള്ള ആന്ധ്ര സ്വദേശി പാങ്കി മഹീന്ദ്രനെയാണ് പൂയപ്പള്ളി പോലീസ് ഇത്തരത്തിൽ സാഹസികമായി പിടികൂടിയത്. പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പോലീസിന് തോക്ക് ചൂണ്ടേണ്ടി വന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം പൂയപ്പള്ളിയിൽ നിന്ന് പിടിയിലായ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയിൽ നിന്നാണ്. ഈ പ്രതി ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും വേണ്ടി ഉള്ള ഇടപെടലുകൾ നടത്തുന്നത് പാങ്കി മഹീന്ദ്രനാണ് എന്ന നിർണായക വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. ഈ വിവരം ശേഖരിച്ച് അതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് പാങ്കി മഹീന്ദ്രൻ വിശാഖപട്ടണത്തുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും തുടർ നടപടികളും പോലീസ് സ്വീകരിക്കുകയും ചെയ്തത്.